ഇന്നൊരു ടേസ്റ്റി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഒന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കുക. ശേഷം ഞാൻ 1 കിലോ ബീഫിലേക്കാണ് ഇവിടെ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, കറിവേപ്പില, ഗരം മസാല, വെളിച്ചെണ്ണ, വിനാഗിരി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം 4 ടു 5 വിസിലാണ് എൻ്റെ ബീഫ് വേവാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ 4 ടു 5 വിസിൽ ഒന്ന് വേവിച്ച് നോക്കുക. അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം. അങ്ങനെ വെന്ത് കിട്ടിയതിന് ശേഷം നമ്മളൊരു പാന് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. ഇതൊരു നല്ല സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. കാരണം നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് കുരുമുളകും ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 സവാള, ഞാൻ ചെറിയ സവാളയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ പൊടിച്ച് വെച്ച പെരിഞ്ജീരകവും കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് വീണ്ടും നല്ല വെള്ളം നമുക്ക് നന്നായിട്ട് വറ്റി വരണം. അതിനുശേഷം ഞാനതിലേക്ക് ചെറുതായിട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഇളക്കിയാൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ നല്ല സ്പീഡിൽ നന്നായിട്ട് അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.